അനിയും അനാമികയും കൂടിയിട്ട് അങ്ങനെ കോഫി ഹൗസിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അനാമിക പറയുന്നുണ്ട്, എന്താ അനി, നിനക്ക് ഈ കല്യാണത്തിനോട് താല്പര്യമില്ലേ? ഇല്ലെങ്കിൽ പറ, കമ്പൽ നീ എന്നെ കെട്ടണ്ട. പിന്നെ എനിക്കൊരു കാര്യമുണ്ട്, നിങ്ങളുടെ മുത്തശ്ശനാ വന്ന് എൻ്റെ അച്ഛന് വാക്ക് കൊടുത്തത്. അതുകൊണ്ട് അപ്പോൾ തന്നെ ഞാൻ അനന്തപുരിയുടെ മരുമകളായി കഴിഞ്ഞു. നമുക്ക് കല്യാണത്തിന് ശേഷം പ്രണയിച്ച് സന്തോഷമായിട്ട് അങ്ങ് ജീവിച്ചു പോകാം, അതല്ലേ നല്ലതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആദർശ് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നയന വരുന്നുണ്ട്. നയനയാണെങ്കിൽ നയനയുടെ ഒരു സാരിയും ആദർശിനൊരു ഷർട്ടും കയ്യിൽ പിടിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. വന്നിട്ട് പറയാണ്, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്നു, ആ അനിക്ക് ഈ വിവാഹത്തോട് താല്പര്യമൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. അനിയുടെ മനസ്സിൽ മറ്റേതൊരു പെൺകുട്ടി ഉണ്ടെന്ന് പറയുമ്പം ആദർശ് പറയാണ്, അഥവാ നിന്നോട് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പം നയന അടുത്ത് പോയിരുന്നിട്ട് പറയാണ്, അവൻ എന്നോട് പറഞ്ഞു. അവന്റെ പെരുമാറ്റത്തിലും പറച്ചിലും എനിക്ക് അങ്ങനെ തോന്നിയത്. എൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടെന്ന് അവനോട് തുറന്ന് പറയുകയും ചെയ്തു. പക്ഷെ ആ പെൺകുട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് അവൻ പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ആദർശ് പറയാണ്, അവന് എന്നോട് ഇത് ആദ്യം പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞിട്ട് അത് ഏറ്റില്ലെന്ന് തോന്നിയിട്ടാ നിന്റെ അടുത്ത് റെക്കമെൻഡേഷനുമായിട്ട് വന്നത് എന്ന് പറയുന്നുണ്ട്. നീ അതിനെ അവൻ പ്രോത്സാഹിപ്പിക്കുവാണോ എന്ന് ചോദിക്കുമ്പം ഞാൻ പ്രോത്സാഹിപ്പിച്ചൊന്നുമില്ല, ഞാൻ ഉപദേശിച്ചു. പക്ഷെ അവൻ്റെ വിഷമം കണ്ടപ്പം അവൻ ഏറ്റവും സ്നേഹിക്കുന്ന ആളോടല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ആദർശേട്ടനോട് പറഞ്ഞെന്ന് പറയാണ്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശനാ പോയിട്ട് വാക്ക് കൊടുത്തത്, അതുകൊണ്ട് ഇനി ആ കാര്യത്തിൽ നീ ഇടപെടണ്ട. നീ മുത്തശ്ശനോട് പോയിട്ട് അനിയുടെ കാര്യത്തെക്കുറിച്ചൊന്നും പറയുകയും വേണ്ട എന്ന് പറയുന്നുണ്ട്. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല, അവൻ്റെ വിഷമം കണ്ടപ്പോൾ വന്നെന്ന് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുന്നതിന് കേട്ടോ. നന്ദു ആണെങ്കിൽ ഇതേ സമയം റൂമിലിരുന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആലോചിക്കുകയാണ് അവർ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ. എന്നിട്ട് അനി ആലോചിക്കുന്നുണ്ട്, നീ ഇന്ന് തുറന്നു പറയാൻ വന്നത് എന്നോടുള്ള ഇഷ്ടമാണെന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ തുറന്നു പറയാൻ പാടില്ല അനി. എൻ്റെ ചേച്ചിമാരുടെ അവസ്ഥ തന്നെ കണ്ടില്ലേ? ഇനി ആ കുടുംബത്തേക്ക് ഞാനിവിടെ വന്നാൽ ആകെപ്പാടെ ജഗപൊകയാകും. എൻ്റെ ചേച്ചിമാരുടെ ജീവിതം എൻ്റെ ജീവിതവും തുലാസിലായി പോകും. അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ടേക്ക് ഇല്ല അനി. എൻ്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി. ആദ്യമായിട്ടാണ് എൻ്റെ മനസ്സിലേക്ക് ഒരു പുരുഷൻ തള്ളിക്കയറിയത്. പക്ഷെ അത് ഇങ്ങനെ ആവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അത് നീയാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ട് പോലും ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നന്ദു പോയിട്ട് അവൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് പുറകിൽ ഐ ലവ് യു എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആലോചിക്കുകയാണ്, ഈ ഐ ലവ് യു എന്ന് ഞാൻ എഴുതിയപ്പോൾ നീ എൻ്റെ മനസ്സിൽ അങ്ങ് അകത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇത്രത്തോളം നീ എന്നെ അങ്ങ് ഇൻവോൾവ് ആവുമെന്ന് ഞാൻ കരുതിയില്ല നീ എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടി കരയുന്നുണ്ട്. എന്തിനാ നീ എന്നെ കണ്ടത്, നമ്മൾ തമ്മിൽ ഒരുമിച്ച് എന്നൊക്കെ ചോദിച്ച് വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും കനകം വന്നിട്ട് മോളെ എവിടെയാ എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും പെട്ടെന്ന് അവൾ കണ്ണീരൊക്കെ തുടച്ചിട്ട് ആ ഫോട്ടോയുടെ തലാണിയുടെ കീഴിൽ വെക്കുന്നുണ്ട്. പെട്ടെന്ന് കനകം വന്നിട്ട് ചോദിക്കുകയാണ്, നിനക്കെന്താ പെണ്ണെ, വിശപ്പൊന്നും ഇല്ലേ? നേരത്തെ ഒരു ആനയെ വിഴുങ്ങാനുള്ള വിശപ്പുണ്ടായിരുന്നല്ലോ, എന്താ ഒരു പരുങ്ങല് പോലെ, എന്താ നിന്റെ കയ്യിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ നന്ദു, എന്താ നിനക്കൊരു വിഷമം പോലെ? പണ്ടൊക്കെ ശരി നിനക്കതൊരു ദിവസം പോലെ ഇരിക്കാത്തവളാണല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ, ഞാനിപ്പം ഫുഡൊക്കെ കുറവാണ് കഴിക്കുന്നത്, എനിക്കിപ്പോൾ എക്സസൈസും ചെയ്യുന്നില്ലോ, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്, എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന്. നേരത്തെ എക്സസൈസ് ചെയ്തൊരു ദിവസം പോലെ ഇരിക്കുന്നവളല്ല, അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ചിട്ട് തല്ലിയേനെ. ഇപ്പൊ നിനക്ക് എന്താ നന്ദൂട്ടായി പറ്റിയത്? അമ്മയോട് പറ, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, അതോ നിന്റെ ചേച്ചിമാരെ ഓർത്തിട്ടാണോ ചോദിക്കുമ്പം നയനേച്ചിയുടെ അവസ്ഥ അമ്മ കണ്ടതല്ലേ മേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പം ആ അവസ്ഥയിൽ എനിക്കും ദുഃഖമുണ്ട് എന്ന് വെച്ചിട്ട് മോളിങ്ങനെ മുറിയടച്ചിട്ട് ഒരേ ഇരിപ്പിരുന്ന് അതൊക്കെ മാറുമോ? അതൊക്കെ മാറിക്കോളും, നയനമോൾ അതൊക്കെ മാറ്റിയെടുത്തോളും. അവിടുത്തെ മുത്തശ്ശിയെ നീ കണ്ടതല്ലേ, അവരതുപോലെ നയനമോളെ സ്നേഹിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും അവളെയും കൊണ്ടുവരാൻ തയ്യാറായതാ. പക്ഷെ ആ മുത്തശ്ശനെ സമ്മതിക്കാത്തത് അവൾ അവിടെ വേണം, അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. നീ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി പോയിട്ട് വാന്ന് പറയുമ്പം ശരിയമ്മേ, ഞാൻ പുറത്തേക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നന്ദു അവിടെ നിന്ന് പോകുന്നുണ്ട്. കനകമാണെങ്കിൽ ഈ എല്ലാം മുഷിഞ്ഞു, വിരിയൊക്കെ അതെല്ലാം അലക്കാറായി, ഈ പെണ്ണ് എന്തെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വിരിയും തലകാണിയൊക്കെ മാറ്റുമ്പോഴായിരിക്കും അതിനടിയിൽ നിന്നും ആ ഫോട്ടോ കിട്ടുന്നത്. ആദ്യം കനക നോക്കുമ്പോഴേക്കും പുറകിൽ എഴുതി ഐ ലവ് യു മാത്രമേ കാണുന്നുള്ളൂ. അപ്പോഴേ എനിക്ക് തോന്നി ഇവളുടെ മനസ്സിൽ ആരോ കയറി കൂടിയിട്ടുണ്ടെന്ന്. അതുകൊണ്ടാ ഇവൾക്ക് ഈ വിഷമവും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ. അന്നേ ഞാൻ ആലോചിച്ചതാ ഇവളുടെ മനസ്സിൽ ഏതോ ഒരാൾ കയറി കൂടിയിട്ടുണ്ടെന്ന്. അപ്പൊ ഇതായിരുന്നല്ലേ കാരണം, കൊച്ചു കള്ളി എന്നൊക്കെ പറഞ്ഞിട്ട്. ആരായിരിക്കും അയാളെന്നും പറഞ്ഞിട്ട് കനകം ആ ഫോട്ടോ തിരിക്കുമ്പോഴേക്കും കനകം അങ്ങ് ഷോക്കായിട്ട് നിൽക്കുകയാണോ, എൻ്റെ ഈശ്വര, അനിമോനോ എന്നിങ്ങനെ ചങ്കത്തിന് കൈവച്ചുകൊണ്ട് കനകം നിൽക്കുന്നുണ്ട്. ഇവൾ എന്ത് പണിയായി കാണിച്ചത്? അവളുടെ ചേച്ചിമാരുടെ അവസ്ഥയൊക്കെ അവർക്ക് അറിയാവുന്നതല്ലേ, എന്നിട്ട് ഇവൾ എന്തിനീ കൊടുഞ്ചത് ഞങ്ങളോട് ചെയ്തു എന്നൊക്കെ കനകൻ എന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ ഈശ്വര, ഇത് ആരെങ്കിലും അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? രണ്ട് മക്കളെ തന്നെ ഒരു ചെലവുമില്ലാതെ ഞാൻ രാജകൊട്ടാരത്തിലേക്ക് പറഞ്ഞയച്ചു എന്നാ പറച്ചില്.
ഇനിയിപ്പോൾ ഇവളും കൂടെ അങ്ങനെ ആയാൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ 3 പേരെയും പ്ലാൻ ചെയ്ത് അകത്ത് കയറ്റിയതാണെന്ന് പറയുമല്ലോ. എൻ്റെ ഈശ്വര, ഇത് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? എനിക്കൊരു സമാധാനം ആവുന്നില്ലല്ലോ. എനിക്ക് ഉറപ്പായിരുന്നു അനിയുടെ കല്യാണം ഉറപ്പിച്ച ശേഷമാ അവൾക്ക് ഈ മാറ്റം എല്ലാം ഉണ്ടായത്. അന്നേ ഞാൻ സംശയിച്ചതാ. പക്ഷെ അവളതൊന്നും ഇല്ലെന്ന് പറഞ്ഞ് മറച്ചു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യങ്ങളെല്ലാം. അവൾ ഈ ചെയ്ത് ഞങ്ങളോട് ചെയ്യണ്ടായിരുന്നു. എൻ്റെ ഈശ്വര, ഞാനിത് എവിടെ ചെന്ന് പറയും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതേ സമയം കാണിക്കുന്നത് ജലജേനെയാണ് കേട്ടോ. ജലജ മുറിയിലിരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ആ ആദർശ് എന്ത് പൊട്ടത്തരാ കാണിച്ചത്. അവൻ ഒരു വിവരവും ഇല്ല. അതെന്താണെന്നെങ്കിലും അറിയാതെ അവൻ കൊണ്ട് കീറിക്കളഞ്ഞല്ലോ. എന്തായാലും അതെല്ലാം വേസ്റ്റ് ബിന്നിൽ കാണും, പോയെന്ന് നോക്കിയേക്കാന്ന് ആലോചിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അവിടുത്തെ ജോലിക്കാരിയായ മീനാക്ഷി ആ വേസ്റ്റ് എല്ലാം കൂടെ എടുത്തോണ്ട് പുറത്ത് വേസ്റ്റ് ബിന്നിൽ കൊണ്ടിടുന്നുണ്ട്. അതെല്ലാം വേസ്റ്റ് ബിന്നിൽ കൊണ്ട് അവൾ ഇട്ടല്ലോ. ഇനി എങ്ങനെ പോയി എടുക്കുമെന്ന് ആലോചിച്ച് ജലജ അവിടെ നിൽക്കുന്നുണ്ട്. മീനാക്ഷി പോയതിനു ശേഷം ജലജ പതിയെ പോയിട്ട് ആ വേസ്റ്റ് ബിന്നിൽ മൂക്കും പൊത്തിക്കൊണ്ട് അതിനകത്ത് പോയി തപ്പുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു ആക്രി പറക്കുന്ന ആള് വരുന്നുണ്ട് കേട്ടോ. അയാൾ വന്നിട്ട് ചോദിക്കുകയാണ്, എൻ്റെ പൊന്നു മേഡം, നിങ്ങൾ എൻ്റെ എന്ത് കഞ്ഞുകൂടി മുട്ടിക്കോ? അതോ ഈ സാരിയും ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ വെറും മുക്കുമണ്ടം മാത്രമാണോ? നിങ്ങളും ആക്കി പറക്കിയാണോ ജീവിക്കുന്നത്? എന്ന് ഞാൻ വന്നാലും ഒരാക്രിയും കാണില്ല. എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറക്കിക്കൊണ്ട് പോകും. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണോ എന്നും ചോദിച്ചുകൊണ്ട് അയാളെ ചൂടാകുമ്പോഴേക്കും ജലജ ചോദിക്കുന്നുണ്ട്, ഡോ, ഞാൻ ആരാണെന്ന് അറിയാവോ? ഈ തറവാട്ടിലെ തമ്പുരാട്ടിയാണോ ഞാൻ? അപ്പോഴേക്കും എന്നിട്ടാണോ മേഡം ദാ ഇതിനകത്തുള്ള ആക്രി പറക്കുന്നത്? എടോ, ഞാൻ പ്രത്യേകമായിട്ടുള്ള ഡോക്യുമെന്റ് തപ്പുക. ഡോക്യുമെന്റോ? അതെന്താന്ന് അയാൾ ചോദിക്കുമ്പോഴേക്കും, എടോ, ഞാൻ ഒരു അത്യാവശ്യം ഒരു പേപ്പർ അത് ഇതിൽ മിസ്സായിപ്പോയി, ഞാൻ അത് തപ്പുവാന്ന് പറയുമ്പം, എങ്കിലേ പെട്ടെന്ന് പേപ്പർ എടുത്തോണ്ട് മേഡം പൊക്കോ, എനിക്ക് ആക്രി പറക്കാനുള്ള ഞങ്ങളുടെ ജീവിതം വഴിമുട്ടിക്കല്ലേ മേഡം എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങേരെ കൊണ്ട് ഞാൻ തോറ്റല്ലോ എന്നും പറഞ്ഞിട്ട് ജലജ അവിടുന്ന് ആ ഡോക്യുമെന്റ് ആ പേപ്പറൊക്കെ തപ്പി പറക്കി എടുക്കുന്നുണ്ട് കേട്ടോ. തപ്പി പറക്കി എടുത്ത് ആരും കാണാതെ അനന്തപുരിക്കുള്ളിലേക്ക് അവൾ അതും കൊണ്ട് പോകുന്നുണ്ട്. ഹാളിലിരുന്ന ഹാളിലിരുന്ന അബി അത് കാണുന്നുണ്ട് കേട്ടോ, എന്തോ ഒളിപ്പിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ മുറിയിലേക്ക് പോയിട്ട് ജലജ ആ പേപ്പറെല്ലാം നിർത്തി വെക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആദർശ് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുതിയ ഡിസൈൻസിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ, പഴയ ഡിസൈൻസിന്റെ പോരെ, അത്യാവശ്യം സെയിലൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആരോടും കോമ്പറ്റീഷൻ ഒന്നുമില്ല, ഞങ്ങൾക്ക് ധാരാളം മതിയെന്ന് ആദർശ് പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നയന വരുമ്പം, എന്തിനാ അങ്ങോട്ട് വന്നെന്ന് ചോദിക്കുമ്പം, അല്ല, കോഫിയോ ചായയോ എന്തെങ്കിലും വേണമെന്ന് അറിയാൻ വേണ്ടി വന്നതാന്ന് പറയുമ്പം, വേണ്ട, ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാൽ മതി, ഒന്ന് ഇറങ്ങി പോകാവോ? എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ താഴെ വന്ന് കഴിച്ചോളാം, അല്ലെങ്കിൽ ഞാൻ താഴെ വന്ന് അറിയിച്ചോളാം എന്ന് പറയുന്നുണ്ട്. ശരി ആദർശേട്ടാന്ന് പറഞ്ഞിട്ട് ഒരു നാണമില്ലാതെ നയന അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡോക്യുമെന്റുകളെല്ലാം ജലജ കൂട്ടിവെക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അഭി വരുന്നുണ്ട്. ആഹാ, അമ്മ ഇതെല്ലാം പിറക്കി എടുത്തോന്ന് ചോദിക്കുമ്പോൾ, പിന്നെ നിന്നെപ്പോലാണെന്ന് കരുതിയോ? നീ മൂക്ക് പൊത്തി അവിടെ പോയി എടുക്കായിരുന്നോ? എന്ത് കഷ്ടപ്പെട്ടാ ഞാനതൊക്കെ ഒപ്പിച്ചത് നിനക്ക് അറിയാവോ? നിനക്കൊന്നും അറിയണ്ടല്ലോ, ആ കിളവൻ എന്താ എഴുതിയെന്ന് അറിയണ്ടേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു കൂട്ടി വായിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മരണശേഷം എല്ലാവരും എല്ലാ സ്വത്തുക്കളും സ്വന്തമായിട്ട് എടുക്കണം, സമമായിട്ട് വീതിച്ചെടുക്കണം. അതുപോലെ തന്നെ എൻ്റെ മരണം വരെ ഈ വീട് കൂട്ടുകുടുംബമായിട്ട് കഴിയണം. അതിനുശേഷം ആർക്കെങ്കിലും പിരിയണമെന്ന് തോന്നിയാൽ ദേവ്യാനുടെയും ജയജയുടെയും ജയന്റെയും ആദർശിന്റെയും നയനയുടെയും ആഗ്രഹപ്രകാരം മാത്രമേ വീതിക്കാൻ പാടുള്ളൂ. അവര് തീരുമാനിക്കുന്നതായിരിക്കും അന്തിമ വാക്ക് എന്ന് മുത്തശ്ശൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോഴേക്കും ജലജയും അഭിയും ആകെപ്പാടെ അങ്ങ് ഷോക്കായി നിൽക്കുകയാണ്. അപ്പോഴേക്കും അഭി ചോദിക്കുകയാണ്, എന്താ അമ്മ ഇത് എന്ന് ചോദിക്കുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, ആഹാ കള്ളക്കളവൻ എല്ലാം അവരുടെ പേരിലാക്കി, കണ്ടില്ലേ, വലിഞ്ഞു കയറുന്ന നയനയുടെ പേരിൽ പോലും എല്ലാം അങ്ങേര് ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മാത്രം ഒന്നുമില്ല. ഈ ഒരു അവസ്ഥ വന്നാൽ ഒരിക്കലും അവർ പിരിഞ്ഞു പോകാൻ സമ്മതിക്കില്ല. അവസാനം നമ്മൾ ഒന്നും ഇല്ലാതെ തെരുവ് തണ്ടികളായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അനിയെ പോലും മുത്തശ്ശൻ നിന്നെ മാത്രമുള്ള ഇഷ്ടമില്ലാതെ അന്നേ ഒരു പണച്ചാക്കുമായിട്ട് ഒരു പെണ്ണിവിടെ കയറി വന്നേനെ. നീയാ അതിബുദ്ധി കാണിച്ച് ആ നവ്യെ പോലെയുള്ള പഴഞ്ചാക്കിനെ കയറ്റി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് എന്താ, അവൾക്ക് അത് ലോട്ടറി അടിച്ച പോലെ, നമുക്കായിപ്പോ ഒന്നും ഇല്ലാത്തത്. നീ ഒരു കഴിവ് കെട്ടവനാ, നീ മുത്തശ്ശനെ മയക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പക്ഷെ ആദർശനറിയാം മർമ്മത്തിൽ നോക്കി ചെയ്യേണ്ടതല്ല എന്നൊക്കെ പറഞ്ഞ് ജലജ അഭിയെ വഴക്ക് പറയുന്നുണ്ട്.